ഞാൻ ഡോക്ടർ എബ്രഹാം ഫിലിപ്പ്, തിരുവനന്തപുരം SP ഫോർട്ട് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ. അടുത്ത സമയത്ത് തിരുവനന്തപുരത്തിന് സമീപ പ്രദേശത്ത് കോളറ രോഗം വന്ന് ഒരാൾ മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ രോഗത്തെപ്പറ്റി പൊതുജനങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട ചില കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് പറയാമെന്ന് വിചാരിക്കുന്നു. കോളറ രോഗം ഉണ്ടാകുന്നത് വിബ്രിയോ കോളറ എന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ്. ആ രോഗം പടരുന്നത് ഭക്ഷണവും വെള്ളവും വഴിയാണ്. വിബ്രിയോ കോളറ കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതിൽ നിന്നാണ് രോഗബാധ ഉണ്ടാകുന്നത്. ഈ ബാക്ടീരിയ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും കലരുന്നത് ഒന്നുകിൽ സീവേജുമായി കണ്ടാമിനേഷനുള്ള വെള്ളം, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വിബ്രിയോ കോളറ ബാധിച്ചവരോ അല്ലെങ്കിൽ അതിൻ്റെ കാരിയറോ ആയിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിലേക്ക് ഉച്ചകൾ വഴിയായി ഭക്ഷണത്തിലേക്ക് ഈ ബാക്ടീരിയ പ്രവേശിക്കുക. അങ്ങനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്ത ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നത് വഴിയാണ് ഈ രോഗം പകരുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ശക്തമായ ഛർദിലും അതിസാരവും ആണ്. ഇതിൻ്റെ പാസ് ചെയ്യുന്ന മലത്തിന് ഒരു പ്രത്യേകത ഡിസ്ക്രിപ്ഷനുണ്ട്. റൈസ് വാട്ടർ സ്റ്റൂൾ അഥവാ കഞ്ഞിവെള്ളം പോലുള്ള വളരെ അതിശക്തമായ ഡയറിയ ഉണ്ടാവുകയും ചെറിയ അല്പസമയത്തിനകം തന്നെ രോഗി നിർജ്ജലീകരിക്കപ്പെടുകയും ചെയ്യും. അതാണ് പലപ്പോഴും മരണകാരണമാകുന്നത്. അതാണ് നമ്മൾക്ക് കോളറയോട് ഇത്ര ഒരു ഭയം ഉണ്ടാകുവാൻ കാരണം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രോഗി മരണപ്പെട്ടു പോകാം. ഇതിൻ്റെ ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒന്നാമതായി പറയേണ്ടത് അതിൻ്റെ പ്രിവെൻഷനാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിലും ഭക്ഷണത്തിലും ശ്രദ്ധിക്കുക. വെള്ളം ശുദ്ധമായ ജലം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം ബോയിൽ ചെയ്ത് നല്ലവണ്ണം തിളപ്പിച്ച് കുറച്ച് സമയം തുടർച്ചയായി തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണമാണെങ്കിൽ ഫ്ലൈസ്, ഈച്ചകളൊന്നും വന്നിരിക്കാതെ ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ നല്ലവണ്ണം ശുചിത്വം പാലിക്കുകയും എപ്പോഴും കൈ കഴുകി സോപ്പിട്ട് കൈ കഴുകി മാത്രം ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം വിളമ്പുകയും ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോഴും എല്ലാം ശുചിത്വം പാലിക്കേണ്ടതാണ്. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോളറ രോഗത്തിനെ നമുക്ക് ഏതാണ്ട് തടഞ്ഞു നിർത്തുവാൻ തന്നെ പറ്റും. പിന്നെ അങ്ങനെ ഒരു രോഗി ഉണ്ടാകുകയാണെങ്കിൽ മലപരിശോധനയും മലത്തിൻ്റെ കൾച്ചർ ടെസ്റ്റും ചെയ്ത് അത് സ്ഥിരീകരിക്കാം. പിന്നെ അതിന് ചികിത്സയായിട്ട് പ്രധാനമായിട്ടും നഷ്ടപ്പെടുന്ന വെള്ളവും ലവണങ്ങളും എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകുക എന്നുള്ളതാണ്. ഇത് സിവിയർ ഡയറിയ ആയതുകൊണ്ട് ORS വഴിയുള്ള റീഹൈഡ്രേഷൻ ട്രീറ്റ്മെൻറ്റ് അത്ര എഫക്റ്റീവ് ആയിരിക്കുകയില്ല. മിക്കപ്പോഴും തുടർച്ചയായി IV ഫ്ലൂയിഡ്സ് നല്ല അളവിൽ കൊടുത്ത് ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ രക്ഷിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് കോളറ രോഗത്തെപ്പറ്റി ഭയപ്പെടാതെ ഇരിക്കുവാൻ സാധിക്കും. അത്യാവശ്യ സാഹചര്യങ്ങളിൽ എപ്പിഡമിക്സിലും മറ്റും ഇതിന് എഫക്റ്റീവായിട്ടുള്ള വാക്സിനേഷൻസും ഉണ്ട്, അത്ര സാർവത്രികമല്ലെങ്കിൽ തന്നെ. കോളറയെപ്പറ്റി ഞാൻ പറഞ്ഞ അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് വ്യക്തി ശുചിത്വവും അത് തടയുന്നതും ആണ്. കൂടെ തന്നെ സംശയമുള്ള രോഗികളെ എത്രയും പെട്ടെന്ന് വിദഗ്ധമായ ചികിത്സയ്ക്ക് വിധേയരാക്കണമെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.